എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഗഗ്ഗോ മുറിയ അവനാണെങ്കിൽ 1000 ഷാഡോസുകളെ ഒറ്റയടിക്ക് അവന്റെ ബോഡിയിലേക്ക് ഇപ്പൊ അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. അവന്റെ രൂപവും ഭാവവും ഒക്കെ കണ്ട് എല്ലാവർക്കും പേടിയാവും. ലൂഫി ആണെങ്കിൽ വെറും 100 ഷാഡോസ് അത് അവന്റെ ബോഡിയിൽ അബ്സോർബ് ചെയ്തപ്പോ തന്നെ അവന്റെ പവർ അത് വേറെ ലെവലായിരുന്നു. ഗഗ്ഗോ മുറിയ അവനിപ്പോ ലൂഫിയെ കഴിഞ്ഞും 10 മടങ്ങ് കൂടുതൽ പവർഫുൾ ആണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ നോർമലായി, പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ഗഗ്ഗോ മുറിയെ നേരിടാനുള്ള വിൽ പവറോ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഗഗ്ഗോ മുറിയ അവനങ്ങനെ പീസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് സിമ്പിൾ ആയിട്ട് 1000 ഷാഡോസിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നവർ ചിന്തിക്കുമ്പോഴേക്കും ഗഗ്ഗോ മുറി അവന്റെ കായ് ചുരുട്ടി നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയില് ഇപ്പൊ അയലാൻഡ് അത് രണ്ടായിട്ട് പിളരും. ലോലയാണെങ്കിൽ നിലവിളിച്ചു പറയും, ഓടിക്കോ, ഇനി ഇവിടെ നിന്നാ അത് ജീവൻ ആപത്താണ്. അത് കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന ആ പൈററ്റ് ടീം, സോംബീസ്, അവറ്റകളെല്ലാം തന്നെ ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പോഴായിരിക്കും മറ്റൊരു വലിയ ദുരന്തം. ഇപ്പൊ സൂര്യപ്രകാശം അത് ആ മാൻഷന്റെ ഒരു പ്രത്യേക ഭാഗത്തൂടെ അവിടേക്ക് അടിക്കാൻ തുടങ്ങി. ആ ഒരു ചെറിയ പ്രകാശം വീഴുമ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില പൈററ്റ്സുകള് അങ്ങനെ കത്തിക്കരിയാൻ തുടങ്ങും. പക്ഷെ ലോല അവളാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. അവളുടെ ചുറ്റും ഉണ്ടായിരുന്ന പൈററ്റ്സ് ടീം അവരിപ്പോ അവളെ വിളിക്കും, മാഡം നിൽക്കരുത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. സൂര്യന്റെ പ്രകാശം അത് പെടാതെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ ഭാഗത്ത് പോയി ഒളിച്ചിരിക്കാം. പക്ഷെ ലോല പറയും, ഇല്ല, ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്, സോ എനിക്കിത് സോൾവ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവള് ഗഗ്ഗോ മുറിയെ ഡിഫീറ്റ് ചെയ്യാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. പറയും, ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തത്. ആ 100 ഷാഡോസിനെ അതിനെ ലൂഫിയുടെ ബോഡിയിലേക്ക് വിട്ട് ആ വില്ലനെ അറ്റാക്ക് ചെയ്തതും അതിനുവേണ്ടി മാത്രമാണ്. സോ എനിക്കിപ്പോ തിരിഞ്ഞോടാൻ കഴിയില്ല. ഉറപ്പായിട്ട് ഞാനും ആ ലൂഫി ടീമിന്റെ കൂടെ നിന്ന് ആ ഗഗ്ഗോ മുറിയ്ക്ക് എതിരായി ഫൈറ്റ് ചെയ്യും. പറയുമ്പോഴേക്കും അവളുടെ ബോഡിയിലും ഇപ്പൊ കുറേശ്ശെ സൂര്യപ്രകാശം അടിക്കും. ആ ഒരു ഭാഗം അതിപ്പോ പതിയെ പതിയെ കത്താനായിട്ട് തുടങ്ങും. അതേസമയം ഗഗ്ഗോ മുറി ആണെങ്കിൽ അവനും നിലവിളിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അവൻ 1000 ഷാഡോസിനെയും ഇപ്പൊ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൂഫി അവൻ നിലവിളിച്ചു പറയും, ഗായ്സ്, നമ്മുടെ മുൻപിൽ ഇപ്പോ ഒട്ടും സമയമില്ല. സോ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. സോ ഇപ്പൊ തന്നെ എന്റെ അറ്റാക്ക് ആരംഭിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാര് അവനാണെങ്കിൽ ഇപ്പൊ ലൂഫി എൻകറേജ് ചെയ്യാണ്. ബ്രൂക്കിനാണെങ്കിൽ അത് കണ്ട് ടെൻഷൻ ആവും. അവൻ പറയും, ഡൈവ് ചെയ്ത് നിങ്ങൾ ഇനിയും മണ്ടത്തരം കാണിക്കരുത്. അവന്റെ ബോഡിയിൽ ഇപ്പോ 1000 ഷാഡോസ് ഉണ്ട്. സോ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അവൻ ചിന്തിക്കുക. ഏതൊരു വിധത്തിലും നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ സോറോ പറയും, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുൻപിൽ 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റ് എങ്ങനെയെങ്കിലും ഇവനെ ഡിഫീറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഷാഡോസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരും. അവനത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഗഗ്ഗോ മുറിയെ ലൂഫി അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കാണ്. നമ്മുടെ ചെക്കൻ ഒന്നും നോക്കില്ല. അവന്റെ പവർ അത് സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റി എടുത്തു ചാടി വില്ലന്റെ മുഖത്ത് തന്നെ അറഞ്ചം പുറഞ്ചടിക്കും. ഓരോ അടിയിലും ഓരോ ഷാഡോസ് വെച്ച് പുറത്തേക്ക് പോവാണ്. ഗഗ്ഗോ മുറി ആണെങ്കിൽ ഓൾറെഡി അവന്റെ കൺട്രോളിന് മുകളിലായി 1000 ഷാഡോസിനെ അബ്സോർബ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ഷാഡോസ് എല്ലാം തന്നെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഗഗ്ഗോ മുറിയുടെ ആ ഷാഡോ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ഒരു ബോക്സിൽ ലോക്ക് ചെയ്യാണ്. ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ഗഗ്ഗോ മുറിയ അങ്ങനെ കൈ വീശിയെടുത്ത് ബോക്സിൽ ആഞ്ഞെട്ടിക്കും. നോ എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാര് അവര് പേടിച്ച് നിലവിളിക്കുകയാണ്. അവൻ ആ ലൂഫിയുള്ള ബോക്സ് അത് താഴേക്കിട്ട് അതില് അറഞ്ചം പുറഞ്ച ചവിട്ടുകയാണ്. 7 വാർലാഡ്സിൽ ഒരുവനാണ് ഈ ഞാൻ. ആ എന്നെ തന്നെ നീ വെല്ലുവിളിക്കുമല്ലേ? ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ അച്ചരം പൊച്ചറം അതിലങ്ങനെ ചവിട്ടും. ഗഗ്ഗോ മുറി ആണെങ്കിൽ അവന്റെ അവസാനത്തെ ചവിട്ടും കൊടുത്ത് കാല് പിൻവലിക്കും. അപ്പൊ ബോക്സ് ആണെങ്കിൽ പതിയെ പതിയെ അനങ്ങുന്നതായിട്ട് എല്ലാവരും കാണും. അവര് റിലാക്സ് ആയി ഇപ്പൊ ശ്വാസം വലിച്ചുവിടും. ലൂഫി അവൻ മരിച്ചിട്ടില്ല, അവൻ എങ്ങനെയെങ്കിലും പുറത്തു വരും എന്ന് ചിന്തിക്കുമ്പോഴേക്കും ലൂഫി ആണെങ്കിൽ ആ ബോക്സ് തകർത്ത് എല്ലാവരെയും ഞെട്ടിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ലൂഫി അവൻ ബാക്കപ്പ് പ്ലാൻ വെച്ചാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ലൂഫി പല്ലൊക്കെ കടിച്ച് മൊരച്ച് ഇപ്പൊ ഗഗ്ഗോ മുറിയെ പോയിന്റ് ചെയ്ത് നിൽക്കും. ആ വലിയ മാൻഷൻ ആണെങ്കിൽ അവരുടെ അറ്റാക്കില് തകർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങും. ഗഗ്ഗോ മുറിയെ തറപ്പിച്ചു പറയും, നീ എന്റെ കയ്യിൽ കിടന്ന് പെടഞ്ഞു മരിക്കും. നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടി വലിച്ചു കീറി
ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ചിരി വരും. മിസ്റ്റർ ഗഗ്ഗോമുറിയ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനൊരു റബ്ബർ മനുഷ്യനാണ്. എന്നെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് വലിച്ചു കീറാൻ കഴിയില്ല. വലിച്ചു നീട്ടാൻ മാത്രമേ നിങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയൂന്ന് പറഞ്ഞ് അവൻ ഗഗ്ഗോമുറിയെ കളിയാക്കും. പല്ലൊക്കെ കടിച്ച് ഫുൾ കലിപ്പില് ഇപ്പൊ ഗഗ്ഗോമുറിയ അവൻ ലൂഫിയെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ ലൂഫി ക്യാഷ്വലായിട്ട് പറയും, അടുത്ത എന്റെ പഞ്ചില് നിനക്ക് ജീവൻ ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇപ്പോ ആ മാക്സിന്റെ പുറംഭാഗം കാണിക്കും. ഓൾമോസ്റ്റ് അവിടേക്ക് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ആ സൂര്യപ്രകാശം അടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പൈററ്റ്സിന്റെ ബോഡിയൊക്കെ കത്തിക്കരിയാൻ തുടങ്ങും. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഡയറക്റ്റ് ആയി 3rd ഗിയറിലേക്ക് പോവും. അതിനുശേഷം അവനവന്റെ കൈ അതങ്ങനെ ഊതി വീർപ്പിക്കുകയാണ്. ഇത് ലൂഫിയുടെ പവർ മറികടന്നാണ് അവൻ ചെയ്യുന്നത്. സോ ഈ ഒരു പഞ്ച് നടത്തി കഴിഞ്ഞാൽ അവന്റെ പവർ മൊത്തമായിട്ടും നഷ്ടപ്പെടും. സോ ഈ ഒരു പഞ്ച് അത് കറക്റ്റായി ഫോക്കസ് ചെയ്ത് അടിക്കണം. ലൂഫി ഒരു സെക്കൻഡ് അവൻ ലാസ്റ്റ് ടൈം ലൂച്ചിയായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു ഫൈറ്റിന്റെ ഓർമ്മകൾ അത് ഓർത്തെടുക്കുകയാണ്. അന്ന് ലൂഫിക്ക് ഫൈറ്റിനെല്ലാം ശേഷം ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. റോബിനാണ് അവളുടെ കൈ ഉപയോഗിച്ച് അവനെ സേഫായി ഗോയിൻമറി കപ്പലിലേക്ക് തിരികെ എത്തിയത്. കട്ട് ചെയ്ത ലൂഫി അവനെ എടുത്തു ചാടി ഗഗ്ഗോമുറിയുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരടി. ആ ഒരു ഒറ്റ അടിയില് ഒരുപാട് ഷാഡോസ് ഇപ്പൊ പുറത്തേക്ക് പോകും. പക്ഷെ ഗഗ്ഗോമുറിയ അവന്റെ 2 കൈ ഉപയോഗിച്ച് ആ ഷാഡോസ് പുറത്തു പോവാതിരിക്കാൻ അടച്ചു പിടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴായിരിക്കും ക്യാപ്റ്റൻ ലോല അവളിപ്പോ വിളിച്ചു പറയും, എന്റെ ഷാഡോ അതെവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരണം. ആക്ച്വലി ഞാൻ ജനിച്ചപ്പോ മുതൽ നീ എന്റെ കൂടെയാണ്. നമ്മൾ കളിച്ചതും ചിരിച്ചതും ഫുഡ് കഴിച്ചതും അങ്ങനെ എല്ലാം ഒന്നിച്ചാണ്. ഇപ്പൊ നീ മറ്റൊരാളുടെ ബോഡിയിൽ പോയിരിക്കേണ്ട കാര്യം അതിന്റെ ആവശ്യം നിനക്കില്ല. സോ നിന്റെ ഓണർ അത് ഞാനാണ്. എന്റെ ബോഡിയിലേക്ക് നീ തിരികെ വരണം. 3 വർഷമായി നിനക്ക് വേണ്ടി ഞാൻ ഈ കാട്ടിലും അയലാൻഡിലൊക്കെ ആയിട്ട് അരഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഇനിയെങ്കിലും എന്നെ മനസ്സിലാക്കി നീ തിരികെ വരണമെന്ന് പറഞ്ഞ് അവളിപ്പോ കെഞ്ചാണ്. ലോലയുടെ അവസ്ഥയും വിഷമമൊക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്കും കുറേശ്ശെ സങ്കടാവും. സൂര്യപ്രകാശം അത് കൂടുതൽ തീവ്രമായിട്ട് അടിച്ച് ഇപ്പൊ അവളുടെ തല അത് പതിയെ കത്താനായിട്ട് തുടങ്ങും. അത് കാണേണ്ട താമസം അവളുടെ അസിസ്റ്റൻസ് അവര് പാഞ്ഞെത്തി അവളെ ദൂരേക്ക് വലിച്ചു കൊണ്ടുപോകും. അവര് പറയും, നിന്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. നമ്മുടെ ഷാഡോ ഇപ്പൊ അവന്റെ കയ്യിലാണ്. നമ്മുടെ ഷാഡോസ് തിരികെ കിട്ടുന്നത് വരെ നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഇവിടെ ലൂഫി ആണെങ്കിൽ അവളുടെ നിലവിളി കേട്ട് പതിയെ കണ്ണു തുറക്കും. അതിനുശേഷം വീണ്ടും ബാക്കിയുണ്ടായിരുന്ന സ്ട്രെങ്ത് എല്ലാം എടുത്ത് അവന്റെ വയറ്റില് രണ്ടാമതും ആഞ്ഞെട്ടിക്കും. ഇവിടെ ഗഗ്ഗോമുറിയാണെങ്കിൽ അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് വീണ്ടും ഷാഡോസുകളെ മുഴുവനായിട്ടും പുറത്തേക്ക് തുപ്പാണ്. ഗഗ്ഗോമുറിയാണെങ്കിൽ ലൂഫിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇടിയുടെ പവറിൽ പുറകിലുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൽ പോയി ഇടിക്കുകയാണ്. എന്നിട്ട് കാല് വഴുതി നിലത്തേക്ക് വീഴും. അതൊരു വലിയ ബിൽഡിംഗ് ആണ്. അതങ്ങനെ തകർന്ന് ഗഗ്ഗോമുറിയുടെ വയറ്റിലേക്കായിരിക്കും അടിച്ചു വീഴുക. ആ ബിൽഡിംഗ് വീണതില് ഇപ്പൊ ആ ഒരു വലിയ കപ്പല് അത് തന്നെ കിട്ടിങ്ങി വിറയ്ക്കാണ്. അവൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഷാഡോസ് അവറ്റകൾ മുഴുവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷെ ഗഗ്ഗോമുറിയാണെങ്കിൽ അപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ലൂഫി യഥാർത്ഥ നൈറ്റ് മെയർ അതാ ന്യൂ വേൾഡിലാണ്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷയില്ല. അപ്പോഴാണെങ്കിൽ സൂര്യപ്രകാശം അത് നല്ല രീതിയിൽ അവിടേക്ക് അടിക്കും. സോറോ, റോബിൻ, സാഞ്ചി അവരാണെങ്കിൽ സൂര്യന്റെ പ്രകാശത്തില് കത്തിക്കരിയാൻ തുടങ്ങും. അവര് മാത്രമല്ല ലോലയുടെ പൈററ്റ്സ് ടീമും. അത് കണ്ട് ചോപ്പർ, ഉസോപ്പ്, നാമി അവര് 3 പേരും നിലവിളിച്ച് കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.